ായിട്ട് സാധിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ട രാജുച്ചായൻ, ഞാൻ ഇടവകയിൽ ചാർജ് എടുത്ത അവസരത്തിൽ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം, കൈമുത്തിന് ശേഷം രാജുച്ചായൻ വന്നെന്നെ പരിചയപ്പെടുകയും പ്രത്യേകിച്ച് രാജുച്ചായൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് എന്നെ ഓർപ്പിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് കടന്നു ചെല്ലുകയും ചെയ്യുന്ന അവസരത്തിൽ രോഗത്തിൻ്റെതായ കാഠിന്യത്തെ മനസ്സിലാക്കുവാനിടയായത്. പക്ഷേ ആ രോഗത്തിൻ്റെ അനുഭവത്തിലായിരുന്നപ്പോഴും പ്രത്യാശയോടെ ജീവിതത്തെ മുന്നേറുവാൻ തക്കവണ്ണം രാജുച്ചായന് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത. രോഗശൈലിയിലായിരിക്കുമ്പോഴും ആവശ്യമായിട്ടുള്ള കൗദാശിക അനുഷ്ഠാനങ്ങളൊക്കെ വളരെ ദൈവഭക്തിയിലും വിശ്വാസത്തിലും പ്രത്യാശയിലും സ്വീകരിക്കുവാനും ആ സമയത്തൊക്കെ ദൈവത്തിൽ അടിയുറച്ചുള്ള സമർപ്പണത്തോടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാൻ ഒരുക്കമുള്ള ജീവിതത്തിൻ്റെ ഉടമയായിട്ട് രാജുച്ചായന് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിയും മരണത്തിന് പ്രായമായി എന്നാണല്ലോ പറയപ്പെടുന്നത്. ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിയും മരണത്തോടു കൂടി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണം. അത് രാജുച്ചായനിൽ ദൈവം തമ്പുരാൻ നിവർത്തിച്ചു. ദൈവം തമ്പുരാൻ വിളിച്ചപ്പോൾ കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവർക്ക് വേദനയുണ്ട് എങ്കിലും നിത്യമായ സന്തോഷ അനുഭവങ്ങളിലേക്ക് ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ തക്കവണ്ണം കടന്നു പോകുന്നു എന്നുള്ളത് പ്രത്യാശയോടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമ്പോൾ രാജുച്ചായനെ നമുക്ക് വളരെ സമാധാനത്തിൻ്റെ ചുംബനം കൊടുത്ത് കടന്നു വിടുവാനായിട്ട് സാധിക്കണം. ഈ സമയത്ത് വേങ്ങൽ ബദനി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ കാണപ്പെടുന്ന ദൃശ്യ സഭാ സമൂഹത്തിൽ നിന്ന് പ്രിയപ്പെട്ട രാജുച്ചായൻ്റെ മാറ്റം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ വേദനയോട് ചേർന്ന് ഇടവക മുഴുവനായിട്ട് പങ്കുചേരുകയാണ്. രാജുച്ചായൻ്റെ വേർപാടിൽ കുടുംബത്തോടുള്ള അനുശോചനം ഇടവക മുഴുവനായിട്ട് പ്രത്യേകം അറിയിക്കുന്നു. രാജുച്ചായൻ്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കട്ടെ, ഇമ്പങ്ങളുടെ പ്രതീസായിൽ വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഈ സമയത്ത് ചെയ്യുന്നു. ഭവനത്തിലെ ശുശ്രൂഷകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം ദേവാലയത്തിലുള്ള സംസ്കാരത്തിനായിട്ട് മൃതശരീരം കൊണ്ടുപോവുകയും അവിടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധിപൻ അഭിനന്ദനായ യൂഹാനന്മാർ തെവദോറോസ് തിരുമനസിലെ പ്രധാന കാർമ്മികത്വത്തിൽ ദേവാലയത്തിലെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതുമാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്കായിട്ട് സഹകരിക്കുക, കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുക, സ്ത്രീകൾ മൂടുപടമിടുക. അതിന് മുമ്പായിട്ട് ഒരു അനുശോചനം കൂടി അറിയിക്കുവാനുള്ള അവസരമുണ്ട്. വൈദിക ശ്രേഷ്ഠതയെ, നമ്മെ നാം സ്നേഹിക്കുകയും ചെയ്ത രാജുവിൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായ ഏവരുമേ, വളരെ ദുഃഖം തളം കെട്ടിയ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മളിന്നും കാണുകയും നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത രാജു ഒരു ദീനമൊക്കെ ഉണ്ടെങ്കിലും ഇത്ര പെട്ടെന്ന് കടന്നു പോകും എന്ന് ആരും വിചാരിച്ചില്ല. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ദൈവേഷ്ടം നിറവേറ്റി രാജു നമ്മളിന്ന് മാറപ്പെട്ടിരിക്കുന്നു. രാജുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, ജീവിതത്തിൽ വലിയ പ്രാർത്ഥനാ ജീവിതമുള്ളൊരു വ്യക്തിയാണ്. ഏത് കാര്യവും ദൈവത്തിൽ അയുറിച്ച് വിശ്വസിച്ച് ഫലമേൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രകൃതം കാണാനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളിവിടെ നിൽക്കുന്നത് ചെത്തിക്കാട് കുടുംബയോഗത്തെ പ്രതികരിച്ചുകൂടിയാണ്. ചെത്തിക്കാട് കുടുംബയോഗത്തിൻ്റെ പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കുകയും അതിൻ്റെ എല്ലാ പരിപാടികളും അദ്ദേഹത്തിൻ്റെ സേവനം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. 2 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ഈ കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അന്നൊക്കെ കുടുംബയോഗങ്ങളെ കാണുന്നതിനും അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കുന്നതിനും അവരോടൊപ്പം നിൽക്കുന്നതിനും ഒക്കെ രാജു ശ്രമിച്ചിട്ടുണ്ട്. രാജുവിൻ്റെ വേർപാട് തികച്ചും ദുഃഖമാണ്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വ്യക്തിപരമായി എനിക്കൊരു വലിയ ദുഃഖം കൂടിയാണ്. എൻ്റെ എല്ലാ കാര്യത്തിലും ഒരു വലത് കൈയായി നിന്ന് പ്രവർത്തിച്ച ആളാണ് രാജു. ഒരു വലത് കൈ ശരീരത്തിൽ നിന്ന് പോയാലുണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ട്, ആ ഒരു വികാരം ഇതിൽ തളർന്നിരിക്കുകയാണ്. കുടുംബയോഗത്തിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ഈ അന്തരിച്ച ശ്രീ രാജുവിനെ ഞങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തുന്നു. കുടുംബാംഗങ്ങൾ അദ്ദേഹം ഈ ജീവിതം കൊണ്ട് ഇവിടെ അവസാനിക്കുന്നതല്ല. നിശ്ചയമായും അങ്ങ് അക്കരെ വെച്ച് കാണാം
എന്നൊരു വലിയ പ്രതീക്ഷയിൽ പ്രത്യാശയിൽ നമ്മൾ വരവേൽപ്പിക്കുന്നു. എല്ലാവരുടെയും പേരുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അനുശോചനത്തിന് സൂചകമായി ചിത്തിക്കാട് കുടുംബയോഗത്തിൻ്റെ റീത്ത് സെക്രട്ടറി ഇപ്പോൾ സമർപ്പിക്കുന്നു. നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. ഞങ്ങളോട് കരുണയണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളടിയാരോട് കരുണ ചെയ്ത് മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാറക്കുമോർ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. തിരുവിഷ്ട സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടങ്ങളും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണം. പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. നിറഞ്ഞു പറയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിലൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദൃഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സമീപം അപേക്ഷിച്ചുകൊള്ളണമേ. രാവും പകലും തിരുമുമ്പിൽ കേണേ. മുകട്ടൻ പ്രാർത്ഥന നിൻ സവിധം. ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രദ്ധിച്ചിടണമെൻ യാചനയെ. തിന്മയെ മോഹിച്ചെന്നാത്മം ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നുയർ പാതാളം പോകി. കുഴിയിൽപ്പെട്ടോരെ പോലായേ. ഹല്ലേലൂയ ഹല്ലേലൂയ. തുണയറ്റോരോ ഞാൻ പറക്കുമോ. ശുഭഹോല ബോല ബറോൽ റൂഹ ഖദീശോ. മെൻ പോലും മൃതിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുത്ഥാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരൊരിൻ തിരുമേയും മോചനമേകും തിരുരക്തമതും സോമൻ കാലോസ് ബാറക്കുമോർ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പൂഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്ന നല്ല ഉന്നതിയും സദാ നേരത്തും ഇടപെടാതെ കരയേറ്റുവാൻ തക്കവണ്ണം ഞങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിയുമായ കർത്താവിനെ സ്തുതി. തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങൾ ജീവനോടുകൂടി ഇരിക്കുന്ന എല്ലാ ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലഹുന്യമോ ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധമാലാഖമാരോട് വരുവാനിരിക്കുന്നവനുമായ മിശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു.
നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലത്തു ഭാഗത്തുനിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാണമേ. മരണം ബാധിക്കില്ലെന്നേവം മശിഹാനിദ്രാവശരായോർ വീണ്ടും മൃതിയേൽക്കില്ലെന്നൽ ഘോഷിച്ച ശാസ്ത്രീശൻ മുറിയോറാഹിമേളനുവാദാറൈ ബാർക്കുമാർ ബലവാനും മഹാകാരുണ്യവാനും ദയാലുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അടച്ചിരിക്കുന്ന ഈ പരിമള ധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മൗഹനീയമായ വാസസ്ഥലങ്ങളിൽ ഈ ദാസനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകയുടേതായ മുഖപ്രസന്നതയ്ക്കും ഈ മകനെ അർഹനാക്കുകയും ചെയ്യണമേ. നുകരുന്നോന് കടുങ്കൈപ്പാണി മരണക്കാസ വരിക ജപം പോകാമുടയോ നിന്നെ ആരായുന്നെന്നാത്മാവോട് ആദൂതൻ ചൊല്ലും നേരം പാരം ഘോരം ഖേദകരം കണ്ണീർ കവിളിൽ ഒഴുക്കിക്കൊണ്ടാത്മാവോതുന്നു ശാന്തിയൊടുത്താലത്തോളം തനുവിൽ നിവസിക്കാം. ഹാലേലുയ്യ ഓ ഹാലേലുയ്യ. ഞാൻ വൈദേശികനെന്നേവം ചൊന്നിടുന്നാത്മം ആൾ വിട്ടുടയോൻ വിട്ടതിനാൽ നിൽപ്പാൻ തരമില്ല. പ്രേഷിതനെന്നോ ഏവം ഭാഷിച്ചു ആലയവാസം കൈവെടിയുക വരിക. കർത്താവരുളിയ നാൾ വരെയും ഞാൻ മേവിയതാകും. മോഹനനശ്വര മന്ദിരമേ വാഴ്ക ശുഭം മേ. ഹാലേലുയ്യ യോ ഹാലേലുയ്യ ബാറക്കുമോ ദൈവസുത വഴി യാത്രയിലൻ പാഥേയം നീയ ജഗതി പോഷകനെ പശിയിൽ നീ എന്നെ പോറ്റി ഞാനെറിയരുതേ നിന്നൊരു തീരങ്ങൾ എന്തനു വീണ്ടും വാസന വീശുമ്പോൾ മാമോദീസയനിക്കാൽ മുങ്ങാത്തൊരു നൗക നാഥ നിൻ കൃപ കാണണമേ. ഞാനുദ്ധാനത്തിൽ ഹാലേലുയ്യ യോ ഹാലേലുയ്യ. മിനോലം വാദാമുൽ ഓലം വൽമീന മിന ഹാലേ ഏലൂയ. വേർപാടിൻ വേളയിലാത്മം മെയ്യോടൊരജീയും എന്തുപകാരമെനിക്കേകും ധനസമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുകൃതം ചെയ്തെന്നാകിൽ ഫലമുളവായേനെ വാസസ്ഥലവും ധനവും ഞാനുടമ ഭീകര സിംഹാസന
സവിധം പോകുന്നേനന്റെ ഹല്ലേലൂയ ചെയ്തികളറിയിപ്പാൻ മേലൈനു ആധാരയിൻ ആർദ്രതയാൽ നാഥാദേവാദാസനെ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ ബലമായിവനെ രക്ഷിപ്പാൻ വന്നോൻ മഷിഹ നീയൻ സങ്കേതം മിത്രം ചാവിരുളിൽ പാതാളത്തിൽ നിൻശ്ലീപായ വാഴ്വിൻ താതന്മാരെ പ്രാർത്ഥിപ്പിൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു കേൾക്കുക ദേവാ നിൻ ശരണി നിദ്രയിലായോരാത്മത്തിൽ നിൻ കൃപ ശോഭിക്കും നാളിൽ നിർത്തണമേ ബലമായിവനെ ആർദ്രതയാൽ നാഥാദേവ ദാസനെ ഗണമേ പുണ്യം നിൻമഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ ബലമായിവനെ മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ പുനരുതുല്യം നരനുടെ നാളുകളോ ഹല്ലേലൂയ പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ ോലം മാതാമുൽ ഓലം വൽമീനാമി മരണമടഞ്ഞൊരു ദാസനതി ജീവാസ്വരമതുണർത്തണമേ കബറിനുദ്യാനത്തിന്ന സ്തോമൻകാലസ്കുറിയേലായിസോ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവരവരുവിരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ രക്തം പാനം ജീവോൻ പാതാളത്തിൽ പോകാനാവിടാ ഞാനെന്നും അവൻ ജീവിപ്പാൻ അന്തർജെട്ടു മരിച്ചതു ഞാൻ എന്നും കാർത്ത തന്തരുളിന്നു മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ണമേ കർത്താവേ നിന്റെ ആശ്രയത്തിൽ കുറിച്ചവരെ നോക്കി പാർത്ത് ഞങ്ങൾ മരിച്ചുപോരെ പുണ്യമാക്കണമേ അബ്രാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ഇടയിൽ അവരെ നിവസിപ്പിക്കണമേ വന്നവനും വരുന്നവനും മരിച്ചുപോരെ അനുലമാക്കുന്നവൻ ആയൻ വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയാട്ടത്തിലുള്ള ചെറിയമാറാകണമേ ആമീൻ പോകുന്നു ഞാനെൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ
സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരെ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെൻ വത്സലരെ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിടുമൻ രക്ഷകൻ സന്നിധം, ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരു മുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു.